എല്ലാവർക്കും നമസ്കാരം. മൂക്കുരു വന്നാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും അതുപോലെ തന്നെ മൂക്കുരു വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള നാച്ചുറൽ റെമഡീസും എന്ന് പറയാം. 15 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നമാണ് മൂക്കുരു. ഇത് മുഖത്ത് മാത്രമല്ല ബാക്കിലും കഴുത്തിലും അതുപോലെ തന്നെ തുടയിലും കണ്ടുവരാറുണ്ട്. എന്നാൽ മുഖത്ത് വരുമ്പോഴാണ് നമ്മൾ ഇതിനെ ആക്നെ, പിമ്പിൾസ്, മൂക്കുരു എന്നൊക്കെ വിളിക്കുന്നത്. ഇത്തരം കുരുക്കൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് പറയാം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഓയിലാണ് സെബം എന്ന് പറയുന്നത്. സെബം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ നമ്മുടെ സ്കിന്നിലെ ചെറിയ ചെറിയ ദ്വാരങ്ങളിലാണ് ഉള്ളത്. ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓയിലുകൾ പുറത്തു വരാൻ പറ്റാതെക്കുമ്പോഴാണ് അത് പിമ്പിൾസ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ആയി മാറുന്നത്. ഇത്തരത്തിൽ സുഷിരത്തിൽ നിന്നും വരുന്ന എണ്ണമയവും അവിടുത്തെ കോശങ്ങളും ചേർന്നിട്ട് സുഷിരത്തിനെ ഒന്നാകെ അടച്ചു കളയും. ഇതാണ് വൈറ്റ് ഹെഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ മേൽഭാഗം ഫുള്ളായി അടയാതെ പുറത്തേക്ക് ബ്ലാക്ക് കളറിലുള്ള കുത്തുകുത്തുകൾ പോലെ വരുന്നതാണ് ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയുന്നത്. ചില ആളുകളിൽ ഇതിനോടൊപ്പം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടി വന്നിട്ട് ഇത് പിമ്പിൾസായി മാറുന്നത്. മുഖക്കുരു വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, മുഖക്കുരു വന്നു കഴിഞ്ഞാൽ കൈകൊണ്ട് തൊടാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് വലുതാവുകയും അത് പിന്നെ സിസ്റ്റ് പോലെ ആയി മാറുകയും ചെയ്യും. രണ്ടാമതുള്ള കാര്യം, അതൊരിക്കലും കുത്തിപ്പൊട്ടിക്കരുത്. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കറുത്ത പാടുകളായി മാറും. ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ടും ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ടും മൂക്കുരു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായത് മധുരം കൂടിയ ഐസ്ക്രീമുകൾ, മിഠായികൾ, ബേക്കറി ബിസ്ക്കറ്റ് ഇത്തരമുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ മൂക്കുരു വരാനുള്ള സാധ്യതകൾ കൂടുന്നു. മൂക്കുരു വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൂക്കുരു വന്നു കഴിഞ്ഞാൽ ഒരു ഐസ് എടുത്ത് 1 മിനിറ്റ് നേരം മുഖത്ത് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് മുഖം വെള്ളം ഉപയോഗിച്ച് കഴുകുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഐസ് ക്യൂബ് എടുത്ത് മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂക്കുരു കൊണ്ടുണ്ടാവുന്ന വേദനയും ചൊറിച്ചിലും കുറയും. മുഖക്കുരു നാച്ചുറലായി മാറ്റാനുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ഹോം റെമഡീസ് പറയാം. ഡ്രൈ സ്കിന്നിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 1 ടീസ്പൂൺ മല്ലിയില എടുത്ത് അതിലോട്ട് 1/2 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായി അരച്ച് മുഖത്ത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയുക. ഇങ്ങനെ ആഴ്ചയിൽ 2 തവണ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും. ഇനി നിങ്ങൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ തുളസി ഇലയും ആര്യവേപ്പും തക്കാളിയുടെ നീരും ചേർത്ത് അരച്ച് മുഖത്തിടുക. 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക. ആഴ്ചയിൽ 1-2 തവണ ഉപയോഗിക്കുന്നത് നല്ല റിസൾട്ടായിരിക്കും. ഭൂരിഭാഗം ആൾക്കാരെയും അലട്ടുന്നൊരു പ്രശ്നമാണ് മൂക്കുരു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.